നവംബർ 4-ാം തീയതിയാണ് ഇപ്രകാരം ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ തിരുസഭയിൽ നിന്നും ഇറങ്ങിയിരിക്കുന്ന വത്തിക്കാനിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. അത് വിശ്വാസത്തെ സംബന്ധിച്ച് പ്രബോധനം നൽകേണ്ട ആ ഡിക്കാസ്ട്രിയും തന്നെയാണ് ആ രേഖ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഇറക്കിയ ഒരു രേഖയല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു പഠനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഒരു 30 വർഷത്തിന് മുകളിലുള്ള പഠനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിന് മുൻപിലും പല പ്രാവശ്യവും പല മാതാവിനോട് കൂടുതൽ ഭക്തിയുള്ള ഒരു സംഘടന പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ സാധിക്കും. അവരിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, ഇങ്ങനെ പല സംഘടനകൾ, പല മരിയൻ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണമെന്ന്. സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സത്യങ്ങൾ നമുക്കറിയാം. 4 സത്യങ്ങളാണ് പരിശുദ്ധ കന്യകാമറിയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം നൽകിയിരിക്കുന്നത്. അതുപോലെ ഒരു സത്യമായിട്ട് പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷക എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ചിന്ത പലരുടെ ഇടയിലുമുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു മറുപടി നൽകണം, അല്ലെങ്കിൽ സഭയിലെ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും എന്ന കാരണത്താലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രബോധനം സഭ ഔദ്യോഗികമായിട്ട് നൽകിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ സഹരക്ഷക എന്നുള്ളൊരു വാക്ക് സഭയിലിടയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഈശോയിലൂടെയാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള രക്ഷ ലഭിച്ചിരിക്കുന്നത്. അപ്പം ഈശോയുടെ ഈ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം അതിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവപുത്രന് മനുഷ്യനായിട്ട് അവതരിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പോൾ സഹരക്ഷക എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും തീർച്ചയായിട്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ സഹകരണത്തെയാണ് പ്രത്യേകമായിട്ട് കാണുന്നത്. രക്ഷ എപ്പോഴും ഈശോയിൽ നിന്നുമാണ്. പൂർണ്ണമായിട്ടുള്ള രക്ഷ നമുക്ക് ലഭിക്കുന്നത് ഈശോയിലൂടെ മാത്രമാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കീഴിൽ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ, ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഒറ്റ നാമം മാത്രമേ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അത് ഈശോയുടെ നാമമാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിശേഷണം കൊടുക്കുകയാണെങ്കിലും ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ രക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ഡോഗ്മ, ഒരു സത്യം, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ളൊരു സത്യം നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പിന്നിൽ നല്ല അടിസ്ഥാനങ്ങളുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അതിനകത്ത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അടിസ്ഥാനമുണ്ടായിരിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല. മറിച്ച് ഈശോയെയാണ് ഏകരക്ഷകനെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ, എഫേസസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ, കൊളോസ്യയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ, ഈ ലേഖനങ്ങളിലെല്ലാം ഈശോയാണ് ഏകരക്ഷകൻ, ഈശോയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ, മറ്റൊരു മധ്യസ്ഥനില്ല എന്ന് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അത് ദൈവവചനത്തിന് എതിരായിട്ടുള്ളൊരു ചിന്തയായിട്ട് വരാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഇപ്രകാരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ ഇപ്രകാരം സഹരക്ഷക എന്നുള്ള വിശേഷണം പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകരുതെന്ന് ഈ പ്രബോധനത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഇപ്രകാരമുള്ള സഹരക്ഷക എന്നുള്ള വാക്ക് സഭയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോൺ പോൾ II മാർപ്പാപ്പയുടെ ലേഖനങ്ങളിൽ 7 പ്രാവശ്യത്തോളം ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവരുടെ ഇടയിൽ ഉയർന്നു വന്നു. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് പാടുണ്ടോ? അന്ന് വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായിരുന്ന കർദിനാൾ റാറ്റ്സിംഗർ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, അന്ന് തന്നെ അതിനൊരു നെഗറ്റീവ് നോട്ടാണ് നൽകിയത്. പിന്നീട് അദ്ദേഹം 2002 വ്യക്തമായിട്ട് പഠിപ്പിച്ചു, പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് സഹരക്ഷകയെന്ന് പ്രഖ്യാപിക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നീട് വന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇത് തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം രക്ഷ പൂർണ്ണമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് ഈശോയിലൂടെയാണ്. അവിടെ ഈശോയിലൂടെ ലഭിക്കുന്ന രക്ഷയ്ക്കൊരു കുറവില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ഒരിക്കലും നമുക്ക് സഹരക്ഷകയായിട്ട് കാണാൻ സാധിക്കുകയില്ല. അപ്പം ഈശോയിലൂടെയാണ് പൂർണ്ണമായിട്ടുമുള്ള രക്ഷ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് ഈ രക്ഷാകര ചരിത്രത്തിൽ, രക്ഷാകര കർമ്മത്തിലുള്ള ഭാഗഭാഗിത്വം, പ്രാധാന്യം ഒരിക്കലും സഭ കുറച്ച് കാണിക്കുന്നില്ല. ഈ ഒരു ഡോക്യുമെൻറ്റിലും, ഇപ്പം 4-ാം തീയതി ഇറങ്ങിയ ഈ ഡോക്യുമെൻറ്റിലും ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന് രക്ഷാകര ചരിത്രത്തിലുള്ള പ്രാധാന്യം. പ്രത്യേകിച്ച് ഈശോയുടെ ജനനത്തിലുള്ള പ്രാധാന്യം, ഈശോയുടെ പരസ്യ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള പ്രാധാന്യം
പ്രാധാന്യം, ഈശോയുടെ മരണസമയത്തും കൂടെ നിൽക്കുവാനായിട്ട് സാധിച്ച ശിഷ്യ എന്ന നിലയിൽ, അവിടെ പരിശുദ്ധ അമ്മ എന്ന നിലയിലും ഒരു ശിഷ്യ എന്ന നിലയിലും കുരിശിൻ ചുവട്ടിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സത്യത്തിൽ കുരിശു മരണത്തിൻ്റെ വേളയിലാണ്, കാൽവരിയിൽ വെച്ചാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോ സഭയുടെ അമ്മയായിട്ട്, സഭയുടെ മാതാവായിട്ട് നൽകുന്നത്. അതിലൂടെ പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയായിട്ട് മാറുന്നു. അതുപോലെ സഭയിലെ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിട്ട് മാറുന്നു. ഇതെല്ലാം ഈ ഡോക്യുമെൻറ്റിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷക എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ സഹരക്ഷക എന്ന വിശേഷണം കൊടുത്താൽ അതിനോടൊപ്പം നമ്മൾ അതിന് ഒരു വിശദീകരണം എപ്പോഴും കൊടുക്കേണ്ടി വരും. ഇപ്രകാരം വിശദീകരണം കൊടുത്തില്ലെങ്കിൽ ഈശോയുടെ ലഭിക്കുന്ന രക്ഷയ്ക്ക് ഒരു കുറവ് അവിടെ സംഭവിക്കുകയാണ്. ഈശോയിലൂടെ പൂർണ്ണമായിട്ട് രക്ഷ നമുക്ക് ലഭിക്കുന്നില്ല. അവിടെ പരിശുദ്ധ കന്യാകുമാരിയത്തിൻ്റെ സാന്നിധ്യവും ആദിസ്ത്യവും അത്യന്താപേക്ഷിതമാണെന്നൊരു ചിന്തയുണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് ആ വിശദീകരണം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ളൊരു വിശേഷണം പരിശുദ്ധ കന്യാകുമാരിയത്തിന് നൽകരുതെന്ന് ഈ ഡോക്യുമെൻറ്റിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. മരിയഭക്തർക്ക് ഇപ്രകാരം ഈ പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷക എന്നുള്ള വാക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ കാര്യമുണ്ട്. കാരണം ഇതിനോടകം തന്നെ നമ്മൾ പലപ്പോഴും അതൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്ര നാൾ ഉപയോഗിച്ചൊരു വാക്കിനെ ഉപയോഗിക്കാൻ പാടില്ലേ എന്നൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പല ഗാനങ്ങളിലുമൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭ ഔദ്യോഗികമായിട്ട് ഒരിടത്തും നമ്മൾ ഈ സഹരക്ഷക എന്നുള്ള വാക്ക് നൽകിയിട്ടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചില 4-5 പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാക്ക് ഇനി ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അതിനകത്ത് മാതാവിനോടൊരു ഭക്തി നമുക്ക് ഒരിക്കലും കുറയുന്നില്ല. മാതാവ് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ, ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ദാനമാണ് പരിശുദ്ധ അമ്മ. നമുക്ക് ഓരോരുത്തർക്കും അമ്മയായിട്ട് നൽകി, ഫിസിക്കലായിട്ട് ഈശോയുടെ അമ്മയായിട്ടാണ് നമുക്ക് ലഭിച്ചതെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും സഭയിലെ ഓരോ അംഗങ്ങൾക്കും പരിശുദ്ധ അമ്മയായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡോഗ്മ പ്രഖ്യാപിക്കണമെങ്കിൽ, ഒരു പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് ഒരു സത്യം പ്രഖ്യാപിക്കണമെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. സഹരക്ഷക എന്ന വാക്ക് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് ആദ്യത്തെ 7-8 നൂറ്റാണ്ടുകൾ വരെയുള്ള സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലും ലേഖനങ്ങളിലും ഒന്നും നമുക്കിപ്രകാരം പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് സഹരക്ഷക എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു വിശേഷണം പരിശുദ്ധ കന്യകാമറിയത്തിന് നമുക്ക് നൽകാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഈശോയുടെ ലഭിക്കുന്ന രക്ഷയ്ക്ക് നമ്മളൊരു കുറവ് അതുവഴിയായിട്ട് ഉണ്ടാകുന്നു, അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്ക് ഒഴിവാക്കണമെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. കാരണം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് സഭയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഏക മധ്യസ്ഥ എന്നെങ്കിലോ മധ്യസ്ഥ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് കാണാൻ പാടില്ല. മറിച്ച് പരിശുദ്ധ കന്യാമറിയത്തിന് ഈശോയുടെ മുൻപിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് സാധിക്കും.